നമ്മുടെ +1 കുട്ടികളുടെ സബ്ജക്ട് സെലക്ഷൻ, അവരുടെ ഏകജാലകം അഡ്മിഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ? ഇതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും സംസാരിക്കാനാണേ വന്നത്. നിങ്ങൾ സാധാരണ കാണുന്നത് സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം, ദെൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീം. ഈ 3 സ്ട്രീമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ധാരണയുള്ളത്. നിങ്ങൾ അതുപോലെ കേട്ടിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് VHSC എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ HSC ആണുള്ളത്, ഹയർ സെക്കൻഡറി വിഭാഗമാണുള്ളത്. അതിലാണ് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന 3 കാറ്റഗറി അല്ലെങ്കിൽ 3 സ്ട്രീം ഉള്ളത്. അതിൽ ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് VHSC എന്ന് പറയുന്നത്. ഈ VHSCയിലും ഒരുപാട് കോമ്പിനേഷൻസും ഒരുപാട് സബ്ജക്ട്സും അവൈലബിൾ ആണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസ് മാത്രമേ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം VHSCയിൽ 84 കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ എല്ലാ സ്കൂളിലും 84 കോമ്പിനേഷൻസ് ഉണ്ടാവില്ല. അതുള്ള സ്കൂളിൽ പോയി കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശം 84 കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ സയൻസ് സ്ട്രീം ഉണ്ട്. സയൻസ് സ്ട്രീമിൽ നമ്മൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ മെഡിക്കൽ വിഭാഗത്തെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ ടൂറിസം, അങ്ങനെ അതായത് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ഇനി സാധാരണ നമ്മുടെ കൊമേഴ്സ് കാണുന്നതിൻ്റെ കൂടെ കൊമേഴ്സിൻ്റെ കൂടെ തന്നെ ഓഫീസ് ജോലികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുന്ന കൊമേഴ്സ് വിഭാഗമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ ഒരു മിക്സപ്പാണ് നമ്മളുടെ VHSCയുടെ 84 കോമ്പിനേഷൻസ്.